بسم الله الرحمن الرحيم الحمد لله رب العالمين واشهد أن لا إله إلا الله وحده لا شريك له واشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين أما بعد സഹോദരങ്ങളെ, മുനാഫിഖീങ്ങളുടെ ഉപമകൾ വിവരിക്കുന്ന സൂറത്തുൽ ബഖറയിലെ ആയത്തുകളിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദർസിൽ മുനാഫിഖുകളുടെ ഒരു ഉപമയാണ് നമ്മൾ പഠിച്ചത്. ആ ഉപമ അതിൽ വിവരിക്കപ്പെട്ടത് അവർ അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ മസലുഹും കമസലില്ലദി ഇസ്തൗഖദ നാറൻ, തീ കത്തിച്ച ഒരു വിഭാഗം ആളുകളെ പോലെയാണ് അവർ. എന്താണ് അവർക്ക് സംഭവിച്ചത്? ഫലമ്മ അദാഅത് മാ ഹൗലഹു, അവരുടെ ചുറ്റുമുള്ള ഭാഗമെല്ലാം പ്രകാശിച്ചപ്പോൾ ഫലമ്മ അദാഅത് മാ ഹൗലഹു ദഹബ അല്ലാഹു ബിനൂരിഹിം, അല്ലാഹു അവരുടെ പ്രകാശം കെടുത്തിക്കളഞ്ഞു. ഇവിടെ മുനാഫിഖുകളുടെ ഉപമ വിവരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തീയിനോടാണ് ഉപമിച്ചത്, അഗ്നിയോടാണ് ഉപമിച്ചത്. അതിനാണ് മിസാലുൻ നാരിയുൻ എന്ന് പറയുക. ഖുർആനിൽ വന്നിട്ടുള്ള ഉപമകളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗമാണ് മിസാലുൻ നാരി, അഗ്നി കൊണ്ടുള്ള ഉപമകൾ. അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിഖുകളെ ഉപമിച്ചിരിക്കുന്നത് അതിൻ്റെ നേർവിപരീത ദിശയിലുള്ള കാര്യത്തോടാണ്. അത് മഴയാണ്. കഴിഞ്ഞ ആയത്തിൽ മിസാലുൻ നാരിയുൻ, അഗ്നി കൊണ്ടുള്ള ഉപമയാണ്. അടുത്ത ആയത്തിലോ നേരെ വിപരീത ദിശയിലുള്ളതാണ്. ഔ കസയ്യിബൻ, ഒരു മഴയോടാണ്, അതിലുള്ള വെള്ളത്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. അതിനാണ് മിസാലുൻ മാഇയുൻ എന്ന് പറയുക. നോക്കൂ, ഒരേ വിഭാഗം ആളുകൾക്ക് നേർവിപരീത ദിശയിലുള്ള രണ്ട് വസ്തുക്കളെ കൊണ്ടാണ് ഉപമിച്ചിട്ടുള്ളത്. ഒന്ന് മിസാലുൻ നാരിയുൻ, രണ്ട് മിസാലുൻ മാഇയുൻ. കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിഖുകളെ ഉപമിച്ചത് തീ കത്തിച്ച ഒരു വിഭാഗത്തോടാണ്. അവരുടെ പ്രകാശം കെട്ടുപോയി. അങ്ങനെ ആ ഇരുട്ടുകളിൽ എന്തെങ്കിലും ഒന്ന് കാണാനോ കേൾക്കാനോ സംസാരിക്കാനോ കഴിവില്ലാത്ത വിധത്തിൽ അവർ അകപ്പെട്ടു. അവരുടെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു, കേൾവി പൂർണ്ണമായി ഇല്ലാതെയായി, അതുപോലെ തന്നെ സംസാരശേഷിയും നഷ്ടപ്പെട്ടു. രണ്ടാമത്തെ ഉപമ, ഇനി പറയാനുള്ള ഉപമ, മുഫസ്സിരീങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതിൽ തഫ്സീറുൽ മുയസ്സറിൽ പണ്ഡിതന്മാർ സ്വീകരിച്ച അഭിപ്രായം മാത്രമാണ് വിവരിക്കുന്നത്. അതല്ലെങ്കിൽ വേറെ അഭിപ്രായങ്ങളുണ്ട്. ഉലമാക്കൾ ചിലർ പറഞ്ഞു, ആദ്യത്തെ ആയത്ത് അൽ മുനാഫിഖൂൻ അൽ ഖുല്ലസ്, തനിച്ച മുനാഫിഖുകളെ കുറിച്ചാണ് ആദ്യത്തെ ആയത്തിൽ അള്ളാഹു വിവരിച്ചത്. അവർ സമ്പൂർണ്ണ മുനാഫിഖുകളാണ്, ഈമാൻ അവരുടെ ഹൃദയത്തിൽ ഇല്ല. അതുകൊണ്ടാണ് സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ എന്ന് പറഞ്ഞത്. അവർക്ക് സംസാരിക്കാൻ തീരെ കഴിവില്ല, കേൾക്കാൻ തീരെ കഴിവില്ല, അതുപോലെ കാണാനുള്ള കഴിവും സമ്പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇനിയുള്ള ആയത്തുകളിൽ പരിപൂർണ മുനാഫിഖുകളെ കുറിച്ചല്ല വിവരിക്കുന്നത്. ഇതാണ് ഒരു വിഭാഗത്തിൻ്റെ തഫ്സീർ. ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ അഭിപ്രായമാണ് സ്വീകരിച്ചത്. അതുപോലെ തന്നെ ഷെയ്ഖ് സഅദി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇതാണ്. എന്നാൽ ഇതല്ലാത്ത വേറെ അഭിപ്രായമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇല്ല, ഇത് രണ്ടാലൊരു വിഭാഗമല്ല, മറിച്ച് രണ്ടും ഒരു വിഭാഗത്തിന് തന്നെ. അവർ പറഞ്ഞു, ഒന്നാമത്തെ ഉപമ പരിപൂർണമായും ഈമാൻ നഷ്ടപ്പെട്ട തനിച്ച മുനാഫിഖുകളാണ്. രണ്ടാമത്തെ വിഭാഗം അവർ പറഞ്ഞു സമ്പൂർണ്ണ നിഫാഖിൽ അകപ്പെട്ട ആളുകളല്ല, മറിച്ച് ഒന്നല്ലെങ്കിൽ ദുആഫുൽ ഈമാൻ ദുർബലമായ, ചില സന്ദർഭങ്ങളിൽ നിഫാഖ് ഹൃദയത്തെ മതിക്കുകയും മറ്റു ചില സന്ദർഭങ്ങളിൽ ഈമാനിൻ്റെ വെളിച്ചം കുറച്ച് ഹൃദയത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന ആളുകളെയാണ് ഇനിയുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നത്. അതിന് ഉപോത്ബലകമായ ചില ഹദീസുകൾ റിവായത്ത് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഹദീസ് സഹീഹാണെന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താണ് അടുത്ത ഉപമ?
ഈ ആമുഖം നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു വിവരിച്ചത് സമ്പൂർണ്ണ മുനാഫിക്കുകളെയാണ്. ഇനി പറയുന്നത് അങ്ങനെയല്ല. ഇനി പറയുന്നത് നിഫാഖ് ഇടയ്ക്കെപ്പോഴെങ്കിലുമൊക്കെ കയറി വരുന്ന, എന്നാൽ ഈമാൻ ചിലപ്പോൾ ഹൃദയത്തിൽ വന്നു ചേരുന്ന, ചില സമയത്ത് ഇസ്ലാം സത്യമാണ് എന്ന് ധരിക്കുന്ന, മറ്റു ചില സന്ദർഭങ്ങളിൽ കുഫറിലേക്ക് ചാഞ്ഞു പോകുന്ന ദുർബല ഹൃദയമുള്ള മുനാഫിക്കുകളെ കുറിച്ചാണ് ഇനി പറയുന്നത്. എന്താണ് അവരുടെ ഉപമ? അള്ളാഹു പറയുന്നു, ഔ കസയ്യിബിൻ മിനസ് സമാ. ഔ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മുനാഫിക്കുകളുടെ ഉപമ നേരത്തെ പറഞ്ഞതാണ്. എന്താ? മസലുഹും കമസലിൽ ലദി ഇസ്തൗഖദ്. കമസൽ കണ്ടില്ലേ? ഇനി പറയാൻ ഔ മസലുഹും, അതല്ലെങ്കിൽ അവരുടെ ഉപമ ഏതാണ്? അവിടെ ഔ മസലുഹും എന്ന് ഖുറാനിലില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഔ മസലുഹും എന്നുള്ളത് ഒഴിവാക്കിയിട്ടുണ്ട്. മസലുഹും അല്ലേ, അതിന് തൊട്ട് മുൻപുള്ള ആയത്തിൽ എന്താ പറയുക? മസലുഹും കമസലിൽ ലദി ഇസ്തൗഖദ്. ഇവിടെ പറയാൻ ഔ കസയ്യിബൻ. ഔ അതല്ലെങ്കിൽ മസലുഹും, അവരുടെ ഉപമ ഏതുപോലെയാണ്? കസയ്യിബൻ. എന്തിനാ? പോലെയാണ്. കസയ്യിബിൻ. സയ്യിബ് എന്ന് പറഞ്ഞാൽ പേമാരിയാണ്, ശക്തമായ മഴക്കാണ് സയ്യിബ് എന്ന് പറയുക. മഴക്ക് പറയും പദങ്ങളുണ്ട്, മത്തർ, ഗൈസ്. ഇവിടെ പറഞ്ഞത് സയ്യിബ് എന്നാണ്. സയ്യിബ് എന്ന് പറഞ്ഞാൽ പേമാരിയായി ശക്തമായി പെയ്യുന്ന മഴ, ധാരാളം വെള്ളം കുത്തിയൊലിക്കുന്ന രൂപത്തിലുള്ള മഴ, അതിനാണ് സയ്യിബ് എന്ന് പറയുക. ഔ കസയ്യിബിൻ മിനസ് സമാ. അതല്ലെങ്കിൽ അവരുടെ ഉപമ ഒരു മഴ പോലെയാണ്. മിനസ് സമാഇ, അതെവിടെ നിന്നാണ് വരുന്നത്? മിനസ് സമ എന്ന വാക്ക് ആകാശം എന്ന അർത്ഥത്തിൽ മാത്രമല്ല ഉപയോഗിക്കുക, മറിച്ച് എൻ്റെ മുകളിലുള്ളതിനൊക്കെ സമ എന്ന് പറയും. ഔ കസയ്യിബിൻ മിനസ് സമാ, അതല്ലെങ്കിൽ ഉപരിയിൽ നിന്ന്, മുകളിൽ നിന്ന് പെയ്യുന്ന, അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് പെയ്യുന്ന ഒരു മഴ പോലെയാണ്. ആകാശം എന്ന് പറഞ്ഞാൽ തെറ്റില്ല, അല്ലെങ്കിൽ മുകളിൽ നിന്ന് പെയ്യുന്ന മഴ പോലെയാണ്. ഔ കസയ്യിബിൻ മിനസ് സമാഇ ഫീഹി ളുലുമാത്ത്. ആ മഴയിൽ ഫീഹി അതിലുണ്ട്, ളുലുമാത്തുൻ അതിൽ ഇരുട്ടുകളുണ്ട്. ഫീഹി ളുലുമാത്ത്. ഏതൊക്കെയാണ് ഇരുട്ടുകൾ? മുൻപ് പറഞ്ഞതുപോലെ ളുൽമത്തുൽ ലൈൽ, രാത്രിയുടെ ഇരുട്ട്, ളുൽമത്തുസ് സഹാബ്, മേഘങ്ങളുടെ ഇരുട്ട്, അതുപോലെ തന്നെ ളുൽമത്തുൽ മത്തർ, മഴ കൊണ്ടുള്ള ഇരുട്ട്. ഇങ്ങനെ പല ഇരുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് ളുലുമാത്ത് എന്ന് പറഞ്ഞത്, ഇരുട്ടുകളുണ്ട്. ഫീഹി ളുലുമാത്തുൻ വറഅദുൻ വബർഖുൻ. വറഅദുൻ അതിൽ ഇരുട്ടുകളുണ്ട്, അതോടൊപ്പം റഅദുണ്ട്. എന്താ റഅദ്? റഅദും ബർഖും എന്താ? റഅദ് എന്താ? ഇടി. റഅദ് ശബ്ദമാണ്. ചിലർ പറഞ്ഞു ഇത് മലക്കിൻ്റെ പേരാണ്, മേഘങ്ങളെ നയിക്കുന്ന മലക്കിൻ്റെ പേരാണ്. അല്ലാഹു അലം. ഇവിടെ റഅദ് എന്ന് പറയുന്നതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത് ഇടിയാണ്. ഫീഹി റഅദുൻ, അതിൽ ഇടിയുണ്ട്, ഇടിയുടെ ശബ്ദമുണ്ട്. വബർഖുൻ, ബർഖ് എന്ന് പറഞ്ഞാൽ മിന്നലുമുണ്ട്. യജ്അലൂന അസാബിഅഹും ഫീ ആദാനിഹിം. യജ്അലൂൻ അവരാക്കുന്നു. യജ്അലൂന അസാബിഅഹും, അസാബിഅ ഉസ്ബുഅ് എന്നതിൻ്റെ ബഹുവചനാണ്. ഇത് അസാബിഅ വിരലുകൾ. അവർ അസാബിഅഹും അവരുടെ വിരലുകൾ അവരാക്കുന്നു. ഫീ ആദാനിഹിം, ആദാൻ എന്നതിൻ്റെ ബഹുവചന ഉദുൻ എന്നതിൻ്റെ ബഹുവചനാണ് അല്ലേ? ഉദുൻ എന്നതിൻ്റെ ബഹുവചനാണ് ആദാൻ. യജ്അലൂന അസാബിഅഹും ഫീ ആദാനിഹിം, അവരവരുടെ വിരലുകൾ അവരുടെ ചെവികളിലാക്കുന്നു. മിനസ് സവാഇഖി, അസ്സവാഇഖ് സാഇഖത്ത് എന്നതിൻ്റെ ബഹുവചനാണ്. സാഇഖത്ത് എന്ന് പറഞ്ഞാൽ ഇടിത്തി കണ്ടിട്ടില്ലേ നിങ്ങൾ? മണ്ണിലൊക്കെ വന്ന് പതിക്കുന്നത് അല്ലേ? അതിലെന്തുണ്ടാവും? തീ ഉണ്ടായിരിക്കും. യജ്അലൂന അസാബിഅഹും മിനസ് സവാഇഖ്, യജ്അലൂന അസാബിഅഹും ഫീ ആദാനിഹിം മിനസ് സവാഇഖ്. ഇടിത്തി അത്
വരുന്നത് കാരണത്താൽ, പേടി കാരണത്താൽ അവർ അതിൻ്റെ ശബ്ദം തടുക്കുന്നതിന് വേണ്ടി അവരുടെ വിരലുകൾ ചെവിയിൽ തിരികിയിരിക്കുന്നു. ഹദർ അൽ മൗത്ത്, ഹദർ അൽ മൗത്ത്, ഹദർ പേടിച്ചുകൊണ്ട്, ഖൗഫ ഭയന്നുകൊണ്ട്, ഹദർ അൽ മൗത്ത് എന്തിനെ ഭയന്നുകൊണ്ട്? മരണത്തെ ഭയന്നുകൊണ്ട്. വല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ, വല്ലാഹു അല്ലാഹു ആകട്ടെ, മുഹീത്ത് അഹാത്ത എന്ന് പറഞ്ഞാൽ വലയം ചെയ്തിരിക്കുന്നു, സമ്പൂർണ്ണമായി വലയം ചെയ്തിരിക്കുന്നു. മുഹീത്ത് എന്ന് പറഞ്ഞാലോ ഇസ്മു ഫാഇലാണ്, അഹാത്ത ഫിഅലാണ്, മുഹീത്ത് ഇസ്മു ഫാഇലാണ്. മുഹീത്ത് അല്ലാഹു വലയം ചെയ്തവനാണ്. മുഹീത്തുൻ ബിൽ കാഫിരീൻ, ആരെ വലയം ചെയ്തിരിക്കുന്നു? കാഫിരീങ്ങൾ അള്ളാഹു വലയം ചെയ്തു. എന്ത് വലയം ചെയ്തു ഉദ്ദേശം? അതായത് അവർക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ അള്ളാഹു അവരെ വലയം ചെയ്തിരിക്കുന്നു. യകാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും. യകാദു, യകാദു എന്ന ഫിഅൽ കാദ എന്നതിൻ്റെ മുദാരിഅ രൂപമാണ്. കാദ യകാദു. കാദ എന്നത് ഒരു കാര്യം ആകാനായി എന്നതാണ് കാദ എന്നതിൻ്റെ അർത്ഥം. ഉദാഹരണത്തിന് ഒരാൾ പറയും കിത്തു അൻ അദ്ഹബ്, ഞാൻ പോകാനായി. ഞാൻ പോയിട്ടുണ്ടോ? ഇല്ല. ഒരു ഫിഅൽ ചെയ്തിട്ടില്ല, ചെയ്യാനാകുന്നതിനാണ് കാദ എന്ന വാക്ക് പറയാം. യകാദ് ആകാനായിട്ടുണ്ട്. യകാദുൽ ബർഖു, ബർക്ക് ബർക്ക് ഇപ്പോൾ പറഞ്ഞോളൂ, മിന്നൽ, മിന്നൽ ആകാനായിട്ടുണ്ട്. എന്താകാനായിട്ടുണ്ട്? യഖ്തഫു, യഖ്തഫ്, ഖസഫ എന്ന് പറഞ്ഞാൽ റാഞ്ചി എടുക്കുക, അതിൻ്റെ മുദാരിയാണത് യഖ്തഫു. യകാദുൽ ബർഖു യഖ്തഫ്, മിന്നൽ റാഞ്ചി എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ റാഞ്ചി എടുത്തിട്ടുണ്ടോ? ഇല്ല. യകാദുൽ ബർഖു യഖ്തഫ്, മിന്നൽ റാഞ്ചി എടുക്കാനായിട്ടുണ്ട്. എന്തെടുക്കാനായി? അബ്സാറഹും, അവരുടെ കാഴ്ചകളെ. അങ്ങനെ മിന്നൽ അതിൻ്റെ ശക്തി കാരണത്താൽ അവരുടെ കണ്ണിൻ്റെ കാഴ്ച പോകാനായിട്ടുണ്ട്. പോയിട്ടുണ്ടോ? ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ ആളുകളുടെ അവസ്ഥ എന്താ? സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ, അവരുടെ കാഴ്ച പോയിട്ടുണ്ട്. ഇവരോ? അവർക്ക് കാഴ്ചയുണ്ട്. യകാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും, മാത്രമല്ല അവർക്ക് ചെവി കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ജഅലൂന സാബിഅഹും ഫി ആദാനിഹിം മിനസ് സവാഇഖ്. യകാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും കുല്ലമ, കുല്ലമ, കുല്ലന കുൽ എല്ലാം, എപ്പോഴെന്നും പറയാം. കുല്ലമ എല്ലായ്പ്പോഴും, എപ്പോഴൊക്കെ ഉണ്ട് അപ്പോഴൊക്കെ, അതിനാണ് കുല്ലമ എന്ന് പറയാം. എപ്പോഴൊക്കെ ഉണ്ടോ അപ്പോഴല്ല. കുല്ലമ അദാഅ, അദാഅ പ്രകാശിക്കുക, കുല്ലമ പ്രകാശം നൽകുക. കുല്ലമ അദാഅ ലഹും, ഈ മിന്നൽ അവർക്ക് എപ്പോഴെല്ലാം പ്രകാശം നൽകുന്നോ, കുല്ലമ അദാഅ ലഹും. നല്ല ശ്രദ്ധിക്കുക വാക്കുകൾ. കുല്ലമ എപ്പോഴെല്ലാം, അദാഅ പ്രകാശിപ്പിക്കുന്നുവോ, ലഹും അവർക്ക്. എന്ത് പ്രകാശിപ്പിക്കുന്നു? കുല്ലമ അദാഅ ലഹുമുൽ ബർഖ്, ഈ മിന്നൽ അവർക്ക് എപ്പോഴൊക്കെ പ്രകാശം നൽകുന്നോ അപ്പോഴൊക്കെ എന്ത് ചെയ്യും? മശൗ ഫീഹി, മശൗ, മശൗ എൻ്റെ രൂപേതാ? മഷ, ഷ യംഷി, മഷ. പിന്നെ രണ്ടാൾക്കാരാണെങ്കിൽ മഷയാന്നറിയും. ഇത് മഷൗ, ഏതായത് രൂപം? ജംഇൻ്റെ രൂപമാണ് അല്ലേ? മഷൗ. ഇത് അവർക്ക് പ്രകാശം നൽകുമ്പോഴെല്ലാം മഷൗ, അവർ നടക്കും. എപ്പോഴൊക്കെ പ്രകാശം കിട്ടുന്നോ അപ്പോൾ അവർ നടക്കും. മഷൗ ഫീഹി, ആ വെളിച്ചത്തിൽ, ആ പ്രകാശത്തിൽ, ആ മിന്നൽ പിണറിൻ്റെ വെളിച്ചത്തിൽ എത്ര നേരം ഉണ്ടാവും? അത് കുറഞ്ഞ സമയം. ആ കുറഞ്ഞ സമയം ഒരു ചെറിയ വെളിച്ചം കിട്ടിയാൽ മഷൗഫി, അവരതിൽ മുന്നോട്ട് നടക്കും. വഇദാ അദ്ലമ അലൈഹിം ഖാമു, വഇദാ, ഇദാ ഇദാ ആയാൽ, വഇദാ അദ്ലമ ഇരുട്ടായാൽ, ആർക്കുമേൽ? അലൈഹിം അവർക്കുമേൽ ഇരുട്ട് വീണാൽ, ഖാമു അവർ നിൽക്കും. ഇദാ അദ്ലമ അലൈഹിം ഖാമു. അപ്പോൾ നോക്കൂ, പ്രകാശം വന്നാൽ നടക്കും, ഇരുട്ട് വീണാൽ അവർ നിൽക്കും. എന്നാൽ മുന്നുള്ള ആൾക്കാരോ? മുന്നുള്ള ആൾക്കാർക്ക് ഇരുട്ട് മുഴുവനായി. സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ ഫഹും ലാ യർജിഊൻ. എന്നാൽ ഇവരോ? ഇവരങ്ങനെയല്ല. പ്രകാശം കിട്ടുമ്പോൾ അവർ നടക്കും, അത് കഴിഞ്ഞാൽ അവർ നിൽക്കും.
وإذا أظلم عليهم قاموا ولو شاء الله لذهب بسمعهم ولو شاء الله ولو ലൗ എന്നാണ് ലൗ എന്നാ ഇങ്ങനെ ആയിരുന്നെങ്കിൽ അല്ലെ വലൗ ഷാ ഷാ ഉദ്ദേശം ലൗ ഷാ എന്നാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ വലൗ ഷാ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ലദഹബ ബിസംഇഹിം മുന്നേ ഞാൻ പറഞ്ഞിരുന്നു ദഹബ ബി എന്ന് പറഞ്ഞാൽ അർത്ഥം വേറെയാണ് അല്ല ദഹബ എന്ന് മാത്രം പറഞ്ഞാൽ പോയി എന്നാണ് ദഹബ ബി എന്ന് പറഞ്ഞാലോ എടുത്തു അല്ലെങ്കിൽ എടുത്തു കൊണ്ടുപോയി ഒരു കാര്യം എടുത്ത് കളയുന്നതിനാ പറയാം ലദഹബ ബിസംഇഹിം അവരുടെ കേൾവി അള്ളാഹു എടുത്ത് കളയുമായിരുന്നു. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരുടെ കേൾവി അവൻ എടുത്ത് കളയുമായിരുന്നു. എന്നാൽ മറ്റവരുടോ മുൻപ് പറഞ്ഞ ആൾക്കാരോ അവരുടെ കേൾവി പോയിട്ടുണ്ടോ? സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ. വലൗ ശാ അല്ലാഹു ലദഹബ ബിസംഇഹിം വഅബ്സാരിഹിം അവരുടെ കാഴ്ചകളെയും അള്ളാഹു എടുത്തു കളയുമായിരുന്നു. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല അലാ കുല്ലി ഷൈ എല്ലാ കാര്യത്തിനും കുല്ലി ഷൈ എന്തൊരു കാര്യമുണ്ടോ അതെല്ലാം അതിനെല്ലാം അള്ളാഹു എന്താണ്? ഖദീർ. ഖാദിർ എന്നാണോ? അല്ല, ഖദീർ. ഖദീർ എന്താ വ്യത്യാസം? അങ്ങേറ്റം കഴിവുള്ളവനാണ്. ഏതൊരു കാര്യവും അള്ളാഹുവിന് അങ്ങേറ്റം കഴിയുന്നതാണ്. അവന് കഴിയാത്തൊരു കാര്യവുമില്ല. അള്ളാഹുവിന് എല്ലാ കാര്യങ്ങളും കഴിയുന്നതാണ്. അവന് സാധ്യമല്ലാത്ത ഒരു കാര്യമില്ല. അള്ളാഹുവിന് അസാധ്യമായൊരു കാര്യമില്ല. ഏതൊരു കാര്യവും അള്ളാഹുവിന് സാധ്യമാണ്. ഇതാണ് ആയത്തിൻ്റെ പദങ്ങളുടെ അർത്ഥം. എന്താ അതിൻ്റെ തഫ്സീറിലുള്ളത്? അള്ളാഹു പറഞ്ഞു സൂറത്തു 19-ാമത്തെ ആയത്തിൽ പറഞ്ഞു ഔ കസയ്യിബിൻ മിനസ് സമ. എന്താ അതിൻ്റെ തഫ്സീറിലുള്ളത്? ഔ തുഷ്ബിഹു ഹാലു ഫരീഖിൻ ആഖറ മിനൽ മുനാഫിഖീൻ. ഔ അതല്ലെങ്കിൽ തുഷ്ബിഹു സദൃശ്യപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ സദൃശ്യപ്പെടുന്നു. ഇതിവിടെ ഉപമയാണ് പറയുന്നത്. ഹാലു ഫരീഖിൻ ആഖറ മിനൽ മുനാഫിഖീൻ. മുനാഫിഖീങ്ങളിൽപ്പെട്ട മറ്റൊരു കൂട്ടരുടെ അവസ്ഥ അത് സാദൃശ്യപ്പെട്ടിരിക്കുന്നു. എന്താ അവരുടെ അവസ്ഥ? യദ്ഹറു ലഹുമുൽ ഹഖ്ഖു താറതൻ. യദ്ഹർ പ്രകടമാകുന്നു. യദ്ഹറു ലഹും അവർക്ക് പ്രകടമാകുന്നു. നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കി ചിലതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതൊക്കെ ഞാൻ പറയുമ്പം ചില വാക്കിൻ്റെ അർത്ഥം മനസ്സിലാവില്ലേ? കുറച്ച് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവണം ഇൻഷാ അല്ലാഹ്. യദ്ഹറു ലഹുമുൽ ഹഖ്ഖു താറതൻ അവർക്ക് എന്ത് മനസ്സിലാവുന്നു? അൽ ഹഖ്ഖു സത്യം. താറതൻ ചിലപ്പോൾ. താറതൻ എന്നാണ് ചിലപ്പോൾ. താറതനോ താറ എന്നാണ് ചിലപ്പോൾ, മറ്റു ചിലപ്പോൾ. യദ്ഹറു ലഹുമുൽ ഹഖ്ഖു താറതൻ. മുനാഫിക്കുകളിൽ ഒറ്റൊരു വിഭാഗം ആളുകളുടെ ഉപമ ഏതുപോലെയാണ്? അവർക്ക് അവരുടെ അവസ്ഥ എന്താണ്? അവർക്ക് സത്യം ചിലപ്പോൾ വ്യക്തമാകും. വയശുക്കൂന ഫീഹി താറതൻ ഉഖ്റ. വയശുക്കൂൻ അവർ സംശയിക്കുന്നു. ഫീഹി ഫിൽ ഹഖി സത്യത്തിൽ അവർക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാകും. താറതൻ ഉഖ്റ മറ്റു ചില സന്ദർഭങ്ങളിൽ. ഇപ്പോൾ അവർക്ക് ചില സമയങ്ങളിൽ സത്യം വെളിവാവും, മറ്റു ചില സമയങ്ങളിൽ സത്യം വെളിവാവില്ല, അതിൽ സംശയം ഉണ്ടാകും. ഇങ്ങനെയുള്ള മുനാഫിക്കുകളുണ്ട്. അവരുടെ ഉപമ ഏതിനോടാണ് സാദൃശ്യപ്പെടുന്നത്? ഹാല ജമാഅത്തിൻ. അവരുടെ അവസ്ഥ സദൃശ്യപ്പെടുന്നത് ഹാല അവസ്ഥയോടാണ്. ജമാഅത്തിൻ ജമാ ഒരു കൂട്ടം ആളുകൾ അവരോട് സദൃശ്യരാണ്. യംഷൂന ഫിൽ അറായി. യംഷൂൻ അവർ നടക്കുന്നു. ഫിൽ അറായി വിജനമായ ഒരു വഴിയിൽ. അറ എന്ന് പറഞ്ഞാൽ വിജനമായ സ്ഥലം. യംഷൂന ഫിൽ അറ വിജനമായ സ്ഥലത്തൂടെ നടക്കുന്ന ചിലരുടെ അവസ്ഥയോടാണ് അവർക്ക് സാദൃശ്യമുള്ളത്. ഫയൻസബ്ബു അലൈഹിം മതറുൻ ഷദീദ്. ഫയൻസബ് സബ്ബ എന്ന് പറഞ്ഞാൽ സബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്. സബ്ബ ഹദീസിൽ വുദൂവിൻ്റെ ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സബ്ബ അലൈഹിൽ മാ വെള്ളം കോരി വയ്ക്കുന്ന സബ്ബ എന്ന് പറയാം. ഫയൻസബ്ബു അവർക്കുമേൽ ചൊരിയുന്നു. യൻസബ്ബു അലൈഹിം മതറുൻ ഷദീദ് ശക്തമായ മഴ പെയ്യുന്നു. കണ്ടില്ലേ?
സയ്യിബ് എന്നുള്ളതിൻ്റെ വിശദീകരണം മത്തർ ഷദീദ്, വെറുതെയുള്ള മഴയല്ല, പിന്നെ ശക്തമായ മഴ. ആ മഴയുടെ അവസ്ഥ എന്താണ്? തുസാഹിബുഹു ദുലുമാതുൻ ബഅദുഹാ ഫൗക ബഅദ്. ആ മഴയോടൊപ്പം തുസാഹിബുഹു, അതിനോടൊപ്പമുണ്ട്, അതിൻ്റെ സാഹിബായിട്ടുണ്ട് ആരുണ്ട്? ദുലുമാത്ത്, ഇരുട്ടുകളുണ്ട്. ബഅദുഹാ ഫൗക ബഅദ്, അതിൽ ചില ഇരുട്ടുകൾ മറ്റു ചില ഇരുട്ടുകൾക്ക് മേലെയാണ്. അങ്ങനെ ഇരുട്ടുകൾ മേൽക്കുമേലെ ഇരുട്ടുണ്ട്. മഅ ഖസ്ഫിർ റഅദി, എന്തിനോടൊപ്പം? മഅ, അതിനോടൊപ്പം മറ്റൊരു കാര്യമുള്ളത് എന്താ? മഅ, ഇതിനൊപ്പം എന്തുണ്ട്? ഖസ്ഫിർ റഅദ്, ഇടിനാദമുണ്ട്, ഇടിയുടെ ശബ്ദമുണ്ട്. വലമആനിൽ ബർഖ്, ലമഅ എന്ന് പറഞ്ഞാൽ തുളച്ചു കയറുന്ന വെളിച്ചത്തിനാണ് പറയാം. അതോടൊപ്പം മിന്നലിൻ്റെ തുളച്ചു കയറുന്ന പ്രകാശവുമുണ്ട്. വസ്സവാഇഖിൽ مع قصف الرعد ولمعان البرق والصواعق المحرقة. والصواعق, സവാഇഖ് നേരത്തെ പറഞ്ഞ വാക്കാണ്, എന്താ? ഇടുത്തി. അൽ മുഹ്രിഖ, കരിച്ചു കളയുന്ന. ഇതൊക്കെ അതിനോടൊപ്പമുണ്ട്. അല്ലത്തി തജഅലുഹും, ഈ പറഞ്ഞതെല്ലാം, അല്ലത്തി ഇവയെല്ലാം എന്തു ചെയ്യും? തജഅലുഹും, അവരെ ആക്കുന്നു. മിൻ ഷിദ്ദത്തിൽ ഹൗലി, ഹൗൽ എന്ന ഭയം, കഠിനമായ ഭയത്തിൽ അവരെ ആക്കുന്നു. അല്ലത്തി തജഅലുഹും മിൻ ഷിദ്ദത്തിൽ ഹൗൽ, ഈ പറഞ്ഞതെല്ലാം അവരെ ആക്കുന്നു അവരുടെ കഠിനമായ ഭയം കാരണത്താൽ. യദഊന അസാബിഅഹും ഫി ആദാനിഹിം, അവരുടെ വിരലുകൾ തങ്ങളുടെ ചെവിയിൽ തിരുകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങൾക്ക് തഫ്സീർ പറയുമ്പോൾ മനസ്സിലാവും ഇത് ഈ ഉപമ എത്ര മനോഹരമാണ് എന്ന്. ഖൗഫൻ മിനൽ ഹലാക്ക്, എന്തിനാ അവർ ഈ വിരൽ തിരികിയിട്ടുള്ളത്? അവർ മരിച്ചു പോകുമോ എന്ന പേടി കാരണത്താൽ. ഹദറൽ മൗത്ത് എന്നതിൻ്റെ വിശദീകരണമാണ് ഖൗഫൻ മിനൽ ഹലാക്ക്, നശിച്ചു പോകുമെന്ന പേടിയിൽ, മരിച്ചു പോകുമെന്ന പേടിയിൽ അവർ എന്ത് ചെയ്തിരിക്കുന്നു? വിരലുകൾ തിരികിയിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, ഇടുത്തി വരുന്ന സമയത്ത് ചെവിയിൽ വിരൽ തിരികാത്തതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതുകൊണ്ട് ആൾ മരിക്കാതിരിക്കുമോ? ഒരു കാര്യമില്ല, അതുകൊണ്ട് യാതൊരു ഫലവുമില്ല. വല്ലാഹു തആല മുഹീത്തുൻ ബിൽ കാഫിരീൻ, അല്ലാഹു സുബ്ഹാനഹു തആല കാഫിരീങ്ങളെ വലയം ചെയ്തിരിക്കുന്നു. ലാ യഫൂതൂനഹു, അല്ലാഹുവിനെ അവർക്കൊരിക്കലും അവൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ലാ യഫൂതൂനഹു, അല്ലാഹുവിൻ്റെ പിടിയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കില്ല. വലാ യുഅ്ജിസൂനഹു, അല്ലാഹുവിനെ അവർക്ക് പരാജയപ്പെടുത്താനും കഴിയുകയില്ല. ഫാതഫൂസ് എന്ന നഷ്ടപ്പെടുക, കയ്യിൽ നിന്ന് പിന്നെ കുതറിപ്പോവുക, അതവർക്ക് സാധിക്കില്ല. ഇത് ജിന്നുകൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ജിന്നുകൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആകാശങ്ങളുടെ അതിരുകൾക്കപ്പുറത്തേക്ക് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കുകയില്ല, അള്ളാഹുവിനെ പരാജയപ്പെടുത്തുക സാധ്യമല്ല. സൂറത്തുൽ ജിന്നിലെ ആയത്തിൽ ഉണ്ടത്. യുഖാരിബുൽ ബർഖു, അടുത്ത ആയത്തിൻ്റെ തഫ്സീർ കേട്ടോ. യകാദുൽ ബർഖ് എന്നല്ല, യുഖാരിബുൽ ബർഖു. യുഖാരിബ്, ഖാരിബ് അടുത്തെത്തിയിരിക്കുന്നു എന്നാൽ ആയിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷേ അടുത്തെത്തിയിരിക്കുന്നു. യുഖാരിബുൽ ബർഖു മിൻ ഷിദ്ദത്തി ലമആനിഹി, അതിൻ്റെ തുളച്ചു കയറുന്ന പ്രകാശത്തിൻ്റെ ശക്തി കാരണത്താൽ മിന്നൽ ഏതാണ്ടായിട്ടുണ്ട്. എന്തിനായിട്ടുണ്ട്? അൻ യസ്ലുബ അബ്സാറഹും, സലബ എന്ന ഊരിയെടുക്കുക. അൻ യസ്ലുബ അബ്സാറഹും, അവരുടെ കാഴ്ച ഊരിയെടുക്കാനായിട്ടുണ്ട്. വമഅ ദാലിക്, എന്നാൽ അതിനെല്ലാം ഇതിനോടൊക്കെ ഒപ്പം ഫകുല്ലമാ അദാഅ ലഹും മശൗ ഫീ ദൗഇഹ്, എന്നാൽ ഇതിനെല്ലാം ഒപ്പം വമഅ ദാലിക് ഫകുല്ലമാ അദാഅ ലഹും, ആ പ്രകാശം അവർക്ക് വെളിച്ചം കിട്ടുമ്പോഴെല്ലാം മശൗ ഫീ, അതിലവർ മശൗ ഫീ ദൗഇഹി, ദൗ എന്താ? വെളിച്ചം. അതിൻ്റെ ആ വെളിച്ചത്തിൽ അവർ നടക്കും. വഇദാ ദഹബ്, വഇദാ ദഹബ ഈശ് അഹ്സൻത, വഇദാ ദഹബ ദൗ, വെളിച്ചം പോയി കഴിഞ്ഞാൽ അദ്ലമ ത്വരീഖു അലൈഹിം, അവർക്ക് ആ വഴി ഇരുട്ടിലാകും. ഫയഖിഫൂന ഫി അമാകിനിഹിം, അങ്ങനെ അവർ അവരുടെ നിൽക്കുന്ന സ്ഥലത്ത് അവിടെ തന്നെ നിൽക്കും. കുറച്ച് നടക്കും, പിന്നെ നിൽക്കും. വലൗല ഇംഹാലുല്ലാഹി ലഹും, വലൗല, ലൗനന ഇങ്ങനെ ആയിരുന്നെങ്കിൽ, ലൗല ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ,
വലൗല ഇംഹാൽ, ഇംഹാൽ എന്ന് പറഞ്ഞാൽ മുന്നേ വായിച്ചിട്ടുണ്ടാവും വാക്ക് ഇംഹാൽ എന്നുള്ളത്. എന്താ ഇംഹാൽ? അല്ല, മറ്റേ 15-ാമത്തെ ആയത്തിൽ അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയുംഹിലുഹും. ഇംഹാൽ അഹ്സൻത്, സാവകാശം കൊടുക്കുക. അള്ളാഹു അവർക്ക് സാവകാശം നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ ലസലബ സമഅഹും വഅബ്സാറഹും, അള്ളാഹു അവരുടെ കേൾവിയും കാഴ്ചയും എല്ലാം നഷ്ടപ്പെടുത്തുമായിരുന്നു, അത് ഇല്ലാതെയാക്കുമായിരുന്നു. വഹുവ ഖാദിറുൻ അലാ ദാലിക ഫീ കുല്ലി വഖ്തിൻ. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? അവൻ എല്ലാ സമയത്തും അതിന് കഴിവുള്ളവനാണ്. എന്തിന് കഴിവുള്ളവനാണ്? അവരുടെ കാഴ്ചയും കേൾവിയും ഇല്ലാതെയാക്കാൻ. ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, തീർച്ചയായും അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നോക്കൂ, കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കുകൾ, അവരിലെ തനിച്ച മുനാഫിക്കുകളെ കുറിച്ചാണ് പറഞ്ഞത്. അവരുടെ അവസ്ഥ എന്താ? അവർക്ക് പരിപൂർണ്ണ ഇരുട്ടിലാണ്, വെളിച്ചം അവർക്കില്ലേ ഇല്ല. ആകെ ഉണ്ടായിരുന്നത് മുന്നേ കത്തിച്ചു വെച്ച തീൻ്റെ ചൂട് മാത്രമാണ്. സുമ്മുൻ ബുക്മുൻ ഉമ്മി, അവർക്ക് സംസാരമില്ല, കേൾവിക്ക് കഴിവില്ല, കേൾക്കാനോ സംസാരിക്കാനോ കാണാനോ ഒന്നും കഴിവില്ല. ഇവരങ്ങനെയല്ല. ഇവർ ഇടിനാദങ്ങൾ വരുമ്പോൾ, മിന്നൽ പിണറുകൾ വരുമ്പോൾ അവർ അതിൻ്റെ വെളിച്ചത്തിൽ നടക്കുന്നവരാണ്. ഉലമാക്കൾ പറഞ്ഞു, അല്ലാഹു അലം, അള്ളാഹുവിനാണ് കൂടുതൽ അറിയുക. ചില മുഫസ്സിറുകൾ പറഞ്ഞു ഇതിൻ്റെ ഉദ്ദേശം ഇവിടെ ഗൈസ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ സയ്യിബ്, മഴ എന്ന് പറഞ്ഞത് ഇസ്ലാമിനെ കുറിച്ചാണ്, അള്ളാഹുവിൽ നിന്നുള്ള വഹീനെ കുറിച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിൽ അള്ളാഹുവിൽ നിന്നുള്ള വഹീനെ കുറിച്ച് മഴ എന്ന് പറഞ്ഞിട്ടുണ്ട്. മസലു മാ ബഅസനില്ലാഹു ബിഹി മിനൽ ഹുദാ വൽ ഇൽമിൻ നാഫിഅ കമസലി ഗൈസിൻ, എനിക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഈ സന്മാർഗം, അതിൻ്റെ ഉപമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസിൽ പറഞ്ഞേക്കണം, കമസലി ഗൈസ്, ഒരു മഴ പോലെയാണ്. ഈ മഴ എന്താണ്? അള്ളാഹുവിൽ നിന്നുള്ള വഹയാണ്. ഔ കസയ്യിബിൻ മിനസ് സമാ, അള്ളാഹുവിൽ നിന്ന് വന്ന വഹയാണ് ഈ പറഞ്ഞ മഴ. അതിലെന്തുണ്ട്? ഇടിയും മിന്നലുമുണ്ട്, അതുപോലെ തന്നെ സവാഇഖുണ്ട്, ഇടിത്തിയുമുണ്ട്. മുഫസ്സിരീങ്ങൾ പറഞ്ഞു ശുദ്ധ ഖുർആനിലെ സവാജിറുകളാണ് അതിൻ്റെ ഉദ്ദേശം. സവാജിറുകൾ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള താക്കീതുകൾ, ശക്തമായ ഭാഷയിലുള്ള താക്കീതുകൾ. അതിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടിമിന്നലിനോട് ഉപമിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് ഹൃദയങ്ങളെ സ്വാധീനിക്കേണ്ടത് ഏത് രൂപത്തിലാണ്? ഒരു ഇടിമിന്നൽ ഒരാളുടെ ഹൃദയത്തെ സ്വാധീനിക്കേണ്ടതുപോലെയാണ്. ശക്തമായ ഇടി നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നല്ല വീട് കുലുങ്ങുന്ന രൂപത്തിൽ ഇടി ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം അതുണ്ടാക്കുന്ന ഭയം എന്താണ്. അത്ര ശക്തമായ ഇടിമിന്നലിനോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ സവാജിറുകളെ ഉപമിച്ചിരിക്കുന്നത്. സവാജിർ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ നരകത്തെക്കുറിച്ച് താക്കീത് നൽകുന്ന, അള്ളാഹുവിനെ കുറിച്ച് താക്കീത് നൽകുന്ന, പരലോകത്തെക്കുറിച്ച് താക്കീത് നൽകുന്ന ആയത്തുകൾ. ഉദാഹരണത്തിന് യുഹദ്ദിറുക്കുമുല്ലാഹു നഫ്സഹ്, അള്ളാഹു അവനെക്കുറിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകുന്നു. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു അശ്രദ്ധനല്ല. നരകത്തെക്കുറിച്ചുള്ള ആയത്തുകൾ. ഇതൊക്കെയാണ് ഈ പറഞ്ഞ ആയത്തിൽ ഇടിമിന്നലിനോട് അല്ലെങ്കിൽ ഇടിത്തീയിനോട് അള്ളാഹു ഉപമിച്ചിരിക്കുന്നത്. ഖുർആനിൽ ഇത്തരം ആയത്തുകളാണ്. ഇതൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തെ അങ്ങേറ്റം ഭയപ്പെടുത്താൻ മതിയായതാണ്. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, ഖുർആനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞു? സൂറത്തുൽ ഫുസ്സിലത്തിൽ ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. ഈ സൂറത്തുൽ ഹശറിലല്ലേ ഈ ഖുർആൻ നാം ഒരു പർവ്വതത്തിനു മേലെയായിരുന്നു അവതരിപ്പിച്ചിരുന്നത് എങ്കിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ, അതിനെ ഭയമുള്ള അവസ്ഥയിൽ നിനക്ക് കാണും, ഭയഭക്തിയുള്ള താഴ്മയുള്ള അവസ്ഥയിൽ കാണാൻ പറ്റും.
മുത്തസദ്ദിഅൻ മിൻ ഖശ്യത്തില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി കാരണത്താൽ അത് പൊട്ടിത്തകരുന്നത് നിനക്ക് കാണാൻ കഴിയുമായിരുന്നു. വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസ്, അള്ളാഹു സുബ്ഹാനഹു വതആല ജനങ്ങൾക്ക് നൽകിയ ഉപമയാണ്. ഖുർആൻ അതിൻ്റെ ശരിയായ തഅസീർ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഈ അവസ്ഥയിലാകുമായിരുന്നു. മനുഷ്യൻ്റെ ഹൃദയം ഭീതിയാൽ നിറക്കുന്നത് ഇതിലുണ്ട്. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. മുഅ്മിനീങ്ങൾക്ക് സമയമായില്ലേ അള്ളാഹുവിൻ്റെ ദിക്ർ, അള്ളാഹു അവതരിപ്പിച്ച ഖുർആൻ അതിനോട് അവരുടെ ഹൃദയങ്ങൾ ലോലമാകാൻ, താഴ്മ കാണിക്കാനുള്ള സമയമായില്ലേ? അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ وإذا ذكرت وإذا تليت عليهم آياته زادتهم إيمانا. അവർക്ക് അള്ളാഹുവിൻ്റെ ആയത്തുകൾ പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കുന്നതാണ്. നോക്കൂ, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഖുർആൻ ഓതി കരഞ്ഞ അനേകം സംഭവങ്ങൾ കാണാം. സൂറത്ത് ആൽ ഇംറാനിൽ അള്ളാഹു പറഞ്ഞു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഈ ആയത്തിൻ്റെ അർത്ഥം നിങ്ങൾ പലർക്കും അറിയുന്ന ആയത്തായിരിക്കും. സൂറത്ത് ആൽ ഇംറാനിലെ 190-191 ആയത്തുകൾ. ആകാശഭൂമിയുടെ പടപ്പിൽ അനേകം ദൃഷ്ടാന്തങ്ങളുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് നിന്നും ഇരുന്നും കിടന്നുമൊക്കെ ചിന്തിക്കുന്ന ആളുകൾ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രിയിൽ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു. ഈ 2 ആയത്തുകൾ മാത്രം അവിടുന്ന് ആവർത്തിച്ചു പാരായണം ചെയ്തുകൊണ്ടിരുന്ന അവിടെ കരയാൻ തുടങ്ങി. അവർ പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ് അവിടുത്തെ താടിരോമങ്ങൾ നനഞ്ഞു. നിസ്കരിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ കാലിൻ്റെ അടിയിൽ അവിടുത്തെ കണ്ണുനീർ തളം കെട്ടിയിരുന്നു. സുദീർഘം ഈ ആയത്ത് മാത്രം നിസ്കരിച്ചിട്ട്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് വിളിക്കാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ മേൽ ഇന്ന് ചില ആയത്തുകൾ അവതരിക്കപ്പെട്ടിരിക്കുന്നു. വൈലുൻ ലിമൻ സമിഅഹ വലം യതദബ്ബർ ഫീഹ. അത് കേട്ടിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാത്തവർ, അവർക്ക് നാശം. ഖുർആൻ ഹൃദയങ്ങളെ സ്വാധീനിക്കുന്ന രൂപം ഇതാണ്. സൂറത്തുൽ വാഖിഅ നിങ്ങൾ നോക്കൂ, സൂറത്തുൽ ഹാഖ നോക്കൂ, നിങ്ങൾ സൂറത്തുൽ സാഫാത്ത് ഓതി നോക്കൂ. നരകത്തെക്കുറിച്ച് പറയുന്ന ചെറിയ ചെറിയ സൂറത്തുകൾ ചിലത് നോക്കൂ, ചെറിയ സൂറത്തുകൾ തന്നെ. ശിക്ഷയുടെ താക്കീദിൻ്റെ വാക്കുകൾ എത്ര കടുത്തതാണ്. സൂറത്ത് ശംസ് നോക്കൂ, വശംസി വദുഹാഹ. ഇത്രയും അധികം ശബ്ദം ചെയ്ത് പറഞ്ഞ ആയത്തുകൾ വേറെ സൂറത്തിലില്ല. ആവർത്തിച്ചുള്ള ശബ്ദമുണ്ട്. ഇത്രയും ശബ്ദങ്ങൾക്ക് ശേഷം എന്താ അള്ളാഹു പറഞ്ഞത്? ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. സ്വന്തം നഫ്സിനെ ശുദ്ധീകരിച്ചവൻ വിജയിച്ചിരിക്കുന്നു, തിന്മകളിൽ അതിനെ മൂടിയവൻ പരാജയപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പിന്നെ ആരെ പറ്റിയാണ് പറയുന്നത്? സാലിഹ് നബിയുടെ സമൂഹത്തെക്കുറിച്ചാണ്. ആരായിരുന്നു അവർ? വലിയ ശക്തിയുള്ള ആൾക്കാരായിരുന്നു. അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചു. അള്ളാഹു അയച്ചു കൊടുത്ത ദൃഷ്ടാന്തം ഒട്ടകത്തെ ഒരു അർത്ഥം കളഞ്ഞു. എന്നിട്ട് എന്താ ആയത്ത് അവസാനിക്കുന്നത് എങ്ങനെ? ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം സവ്വാഹ വലാ യഖാഫു ഉഖ്ബാഹ. അള്ളാഹു അവരുടെ മേൽ ശിക്ഷ തകർത്ത് കളഞ്ഞു. വലാ യഖാഫു ഉഖ്ബാഹ. അവരെ തകർത്തത് കൊണ്ട് പിന്നീട് എന്തുണ്ടാകും? അള്ളാഹു ഇത് പേടിക്കുന്നില്ല. എത്ര വലിയൊരു സമൂഹത്തെ തകർത്തു, നശിപ്പിച്ചു കളഞ്ഞു. എത്ര ആയത്തുകളാണ് അള്ളാഹു പറഞ്ഞത്? നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ, എന്നിട്ട് ചിന്തിക്കുന്നില്ല ഹൃദയം കൊണ്ട് ഈ കാണുന്ന സമൂഹങ്ങൾ, തകർക്കപ്പെട്ട സമൂഹങ്ങൾ അല്ലേ? സൂറത്തുൽ ഹാഖയിൽ പറഞ്ഞതുപോലെ അൽ ഹാഖത്ത് വമാ അദ്റാക മൽ ഹാഖ വമാ അദ്റാക മൽ ഹാഖ കദ്ദബത് ആദുൻ
بالقارعة وأما ثمود فأهلكوا بالطاغية وأما عاد فأهلكوا بريح صرصر عاتية سخرها عليهم 7 ليال و8 أيام حسوما فترى القوم فيها صرعى كأنهم أعجاز نخل خاوية فهل ترى لهم من باقية. ഏറ്റവും ധിക്കാരം കാണിച്ച കൗമാണ് അവർ. ആദ് നബിയുടെ വലിയ ശരീരം ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അള്ളാഹു അവരെ നശിപ്പിച്ചത് ഏറ്റവും ദുർബലമായ കാര്യം കൊണ്ടാണ്. എന്താണ്? കാറ്റ്. ഏറ്റവും കാറ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ, വായുവാണത്. അതൊന്ന് ആഞ്ഞു വീശി. എന്താ അള്ളാഹു പറഞ്ഞു? ഫതറൽ ഖൗമ ഫീഹാ സറഅ, നിലംപതിച്ച നിലയിൽ, ചത്തുമലച്ച നിലയിൽ നിനക്ക് അവരെ കാണാം. ഇത് ജവാജിറുകളാണ്. ഇത് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തെ വിറപ്പിക്കുന്നതാണ്. റബ്ബേ, ശിക്ഷയുടെ അവസ്ഥ എന്താണ്? നരകത്തെക്കുറിച്ചുള്ള ആയത്തുകൾ സൂറത്തു ഖാഫ് നമ്മൾ ഓതി നോക്കൂ. സൂറത്തു ഖാഫ് ഓതി നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅകളിൽ ഈ സൂറത്ത് അങ്ങേറ്റ ആവർത്തിക്കാറുണ്ടായിരുന്നതാണ്. സഹാബിമാർ ചില പറഞ്ഞു, ഞാൻ സൂറത്തു ഖാഫ് പഠിച്ചത് മിമ്പർമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പർ അത് ആവർത്തിച്ച് പറയുന്നത് കേട്ടിട്ടാണ് സൂറത്തു ഖാഫ് ഞാൻ പഠിച്ചത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ സവാഇഖ്, അതുപോലെ റഅദ്, ബർഖ് എന്നൊക്കെ വിശേഷിപ്പിച്ചത് ഖുർആനിലെ ഇത്തരം താക്കീദിൻ്റെ വചനങ്ങളാണ്. മുനാഫിഖുകൾ അവരുടെ അവസ്ഥ എന്താണ്? അവർ ഈ ആയത്തുകൾ, ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ അത് ഹൃദയത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി അവരവരുടെ വിരലുകൾ ചെവിയിൽ തിരികിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവരത് കേൾക്കാതിരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവർക്ക് ചിലപ്പോൾ ഇതൊരു വെളിച്ചം നൽകും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവർ പരിപൂർണ മുനാഫിഖുകളല്ല. അങ്ങനെ ചിലപ്പോൾ ഒരു പ്രകാശം കിട്ടിയാൽ അവർ കുറച്ച് നടക്കും. പക്ഷെ അവരുടെ ആ നടത്തത്തിന് എത്ര ദൈർഘ്യമാണുള്ളത്? ഒരു മിന്നലിൻ്റെ വെളിച്ചം നൽകുന്ന ദൈർഘ്യം മാത്രമാണുള്ളത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇവരുടെ അവസ്ഥ വ്യാപകമായി തിന്മകളിൽ മുഴുകുന്ന മനുഷ്യരുടെ അവസ്ഥയോട് സമാനമാണ്. ചില ആൾക്കാരിങ്ങനെയാണ്, അവർ തിന്മകളിൽ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒന്ന് കേട്ടാൽ ഒരു 2 വഖ്ത് നിസ്കരിക്കും. കുറച്ച് വെളിച്ചം കിട്ടിയാൽ ആ വെളിച്ചത്തിൽ കുറച്ചു നേരം ഒന്ന് നടക്കും. ഖലാസ്, അത് ഒന്ന് ആസ്വദിച്ച് വരേണ്ട സമയമാകുമ്പോഴേക്ക് അത് കെട്ടുപോകും. പിന്നെ ധാരാളം സമയം ഇരുട്ടിലാണ്. ഇസ്ലാമിൻ്റെ വഴിയിൽ അവർ നടക്കുകയില്ല. അതാണ് അവിടെ പറഞ്ഞത്, വഇദാ അദ്ലമ അലൈഹിം ഖാമു. അവർക്ക് ഇരുട്ട് വന്നാൽ പിന്നെ അവരവിടെ നിൽക്കും. വെളിച്ചം കിട്ടിയാലോ, കുറച്ച് നേരം വെളിച്ചം കിട്ടിയാൽ ഒരു 2 കാല് അങ്ങോട്ട് വെക്കും. ഇത് മുനാഫിഖുകളിൽ ഒരു വിഭാഗത്തിൻ്റെ അവസ്ഥയാണ്. തിന്മകൾ അങ്ങേയറ്റം അവരെ ബാധിച്ചിരിക്കുന്നു. അള്ളാഹുവിലുള്ള വിശ്വാസം അവരിൽ അങ്ങേയറ്റം ദുർബലമായിരിക്കുന്നു. എന്നാൽ അതൊട്ട് പരിപൂർണമായി കെട്ടുപോയിട്ടുമില്ല. അതാണ് ഇവരുടെ അവസ്ഥ. അവർ അള്ളാഹു ഭയപ്പെടുത്തിയത് എങ്ങനെയാണ്? വലൗ ശാ അല്ലാഹു ലദഹബ ബിസംഇഹിം. നിങ്ങൾക്കിപ്പോൾ ബാക്കിയുള്ള ഈ കുറച്ച് കേൾവിയുണ്ടല്ലോ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ പൂർണ്ണമായി അവനത് എടുത്തു കളയുന്നതാണ്. പിന്നെ നിങ്ങൾ തിരിച്ചു വരില്ല. ആരെപ്പോലെയാകും? സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ ഫഹും ലാ യർജിഊൻ. അവരെ പോലെ നിങ്ങളും ആവും. നിങ്ങളിങ്ങനെ ഒരു വെളിച്ചത്തിൽ കുറച്ച് 2 കാലം മുന്നോട്ട് വെക്കുക, പിന്നെ അവിടെ നിൽക്കുക. ഇതാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിൽ, ദീനിലേക്ക് നിങ്ങൾ പരിപൂർണമായി പ്രവേശിക്കാൻ തയ്യാറല്ലെങ്കിൽ, അള്ളാഹുവിൻ്റെ വഅദുകൾ, ഉപദേശങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ബാധിക്കുന്നില്ലെങ്കിൽ, ഇതായിരിക്കും നിങ്ങളുടെ അവസ്ഥ. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറയിൽ തന്നെ അള്ളാഹു പറഞ്ഞതുപോലെ, യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫതൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പരിപൂർണമായി പ്രവേശിക്കുക. അതിൻ്റെ വക്കത്ത് ഇങ്ങനെ നിൽക്കാതെ. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. നിങ്ങൾ പിശാചിൻ്റെ കാൽപ്പാടുകൾ പിന്തുടരരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്തിഖാമ, അതിനുവേണ്ടി ശ്രമിക്കുക. എന്താ ഇസ്തിഖാമ? നേരെ നിൽക്കാൻ ശ്രമിക്കുക. തിന്മകൾ നിങ്ങളെ ധാരാളം സമയത്തേക്ക് ദീനിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകരുത്.
എങ്ങാനും തിന്മ വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വഅത്ബിഇ സയ്യിഅത്തൽ ഹസനത തംഹുഹ, തിന്മ ബാധിച്ചാൽ നീ ഉടനെ നന്മ ചെയ്യുക, തിരിച്ചു വരാം. ആ ചങ്ങല സുദീർഘമായി നീണ്ടുപോകാൻ നീ വഴിയൊരുക്കരുത്. ഇരുട്ടിൽ കുറേ നേരം നിൽക്കരുത്, ഇസ്ലാമിൻ്റെ വെളിച്ചത്തിൽ നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ താക്കീതുകൾ ഹൃദയത്തിൽ പ്രവേശിക്കാനുള്ള വഴി തുറന്നു വെക്കുക, ചെവി അടച്ചു വെക്കാൻ. ഇത് രണ്ട് തരം മുനാഫിക്കുകളാണ്. ഒന്ന് മുനാഫിഖ് ഖാലിസ്, രണ്ട് മുനാഫിഖുൻ മുതറദ്ദിദ്, സംശയത്തിൽ ആടിക്കളിക്കുന്ന മുനാഫിഖ്. ഇങ്ങനെ നിഫാഖിന് രണ്ട് അവസ്ഥകളുണ്ട്. നിഫാഖ് മുതറദ്ദിദായ ആടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന നിഫാഖ് പല അവസ്ഥയിലാണ്. ചില ആളുകളത് ഏതാണ്ട് അവർ ചാടാനായിട്ടുണ്ട്. ഒരു ചെറിയ പരീക്ഷണമോ പ്രയാസമോ ബാധിച്ചാൽ അവർ ചിലപ്പോൾ ഇസ്ലാമിനെ വിട്ടേച്ചു പോകും. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു, പിന്നെ ഞാൻ പറഞ്ഞില്ല രണ്ട് തഫ്സീറുണ്ട്, അതിൽ രണ്ടാമത്തെ തഫ്സീർ പ്രകാരം ചില പണ്ഡിതന്മാർ പറഞ്ഞു, ചില ആളുകളുണ്ട് അവർ പറഞ്ഞു പിന്നെ നിഅമത്തുകളുള്ള സമയത്ത് അവർ ഇസ്ലാമിലായിരിക്കും, ഖൈറിലായിരിക്കും. പരീക്ഷണങ്ങൾ ദീനിൻ്റെ പേരിൽ ബാധിച്ചാൽ അവർ വിട്ടുപോകും, ഉപേക്ഷിച്ചു പോകും. അതിൻ്റെ ഉദാഹരണമായി അവർ പറഞ്ഞു അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂൽ. ഇവൻ സുബ്ഹാനല്ലാഹ് നല്ല സമയത്താണെങ്കിൽ, ഇവൻ ആരാന്നറിയും നിങ്ങൾക്ക്? അബ്ദുല്ലാഹ് ഇബ്നു മുനാഫിഖുൽ നേതാവാണ്. നല്ല സമയത്താണെങ്കിൽ മദീനയിലാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ പറയാൻ വേണ്ടി വരുമ്പോൾ ഇവൻ മിമ്പറിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പറയും, ഹാദാ നബിയുല്ലാഹ്, ഇത് അള്ളാഹുവിൻ്റെ നബീദാ വരുന്നു, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹമാണിത്, നിങ്ങൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യണം ഇതിന്. ആരെ? അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂൽ, മുനാഫിഖുകളുടെ തലവനാണ്. ഖുത്ബക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് വരുമ്പോൾ ഇവൻ മുന്നിൽ നിന്നിട്ട് ആദ്യം പറയും. അതുപോലെ തന്നെ ഗനീമത്തുകൾ ലഭിച്ചാൽ ഇത് കിട്ടാൻ വേണ്ടി ഓടി വരും. വിജയമുണ്ടായാൽ ഞങ്ങൾ നിങ്ങളോടൊപ്പമായിരുന്നു എന്ന് പറയാനുണ്ടാവും. പരീക്ഷണം ഉണ്ടായാലോ, ദൂരയാത്രകൾ ഉണ്ടായാലോ, യുദ്ധത്തിനു വേണ്ടി ദൂരയാത്രകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, പരീക്ഷണങ്ങൾ ബാധിച്ചാൽ, പരാജയമുണ്ടായാൽ പറയും, കണ്ടില്ലേ ഇവർ നമ്മളോട് വാഗ്ദാനം ചെയ്തതൊക്കെ ചതിയായിരുന്നു, വഞ്ചനയായിരുന്നു. ഇതൊക്കെ ഖുർആനിൽ കാണാം. ഞാൻ ഈ പറഞ്ഞ സംഭവമൊക്കെ ഖുർആനിൽ ഏതാണ്ടുണ്ട്. ഈ പറഞ്ഞതെല്ലാം ഉണ്ട്. സൂറത്തുൽ മുനാഫിഖുൽ അല്ലാഹു പറഞ്ഞു അല്ലേ, ഇവർ പറഞ്ഞു ലാ തുൻഫിഖു അലാ മൻ ഇൻദ റസൂലില്ലാഹ്. അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂൽ പറഞ്ഞ വാക്കാണ്. അതായത് മുഹാജിറുകൾ വന്നിട്ട് അവസാനം മദീനയിൽ അൻസാരികളെക്കാൾ കൂടുതൽ മുഹാജിരിങ്ങളായി. അപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂൽ അവൻ പറഞ്ഞു, കണ്ടില്ലേ നോക്കൂ, നിങ്ങൾ ഇവർക്ക് തിന്നാൻ കൊടുത്തിട്ടും ഇവർക്ക് സദഖ കൊടുത്തത് കൊണ്ട് ഇവരിങ്ങനെ വന്ന് കൂടുകയാണ്. നിങ്ങൾ ഇവരെ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ ഇവർ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയിരുന്നു. ഇപ്പം നമ്മളിവിടെ ന്യൂനപക്ഷമായി, ഇവർ ഭൂരിപക്ഷമായി. അതുകൊണ്ട് ലാ തുൻഫിഖു അലാ മൻ ഇൻദ റസൂലില്ലാഹ്, നബിൻ്റെ അടുത്തുള്ള ആൾക്കാർക്ക് നിങ്ങൾ ദാനം ചെയ്യരുത്. പൈസ ഇട്ടതായാൽ ഒരു പൊയ്ക്കോളും. പരീക്ഷണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവൻ്റെ നിറം മാറും. ചില ആളുകൾ ഇതുപോലെയാണ്. ഖൈർ ലഭിച്ചാൽ ദീനിലുണ്ടാവും, ഇല്ലെങ്കിലോ പരീക്ഷണം ഉണ്ടായാലോ അവൻ ദീനിട്ടെറിഞ്ഞു പോകും. ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ വമിനന്നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ, ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുടെ ഒരു അറ്റത്ത് നിന്നുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാണ് അവർ. അവർക്ക് ഖൈർ ലഭിച്ചാൽ അവൻ സന്തോഷിക്കും, ഷർറ് ബാധിച്ചാലോ അവൻ ഇൻഖലബ അലാ വജ്ഹി, അവൻ നേരെ തിരിഞ്ഞു കളയും. അള്ളാഹുവിൻ്റെ ദീൻ സഹോദരങ്ങളെ സന്തോഷത്തിലും പ്രയാസത്തിലും മുറുകെ പിടിക്കേണ്ടതാണ്. എളുപ്പത്തിലും ബുദ്ധിമുട്ടിലും അള്ളാഹുവിനെ അനുസരിക്കണം. ആ പരീക്ഷണം ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈമാനിനെ അനുസരിച്ചുണ്ടായിക്കൊണ്ടിരിക്കും. ചില ആളുകൾ പറഞ്ഞു ഇവിടെ ഉദ്ദേശം അതാണ്. ഈ നമ്മുടെ കിതാബിലുള്ള തഫ്സീർ പ്രകാരമാണെങ്കിൽ അല്ലാഹു അലം ഇത് സംശയത്തിൽ ചാഞ്ചാടി കളിക്കുന്ന മുനാഫിക്കുകളെ കുറിച്ചാണ്.
ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഇതോടുകൂടി അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യരെ 3 വിഭാഗമായി തിരിച്ചിരിക്കുന്നു. ആരൊക്കെയാണത്? 1 മുഅ്മിനീങ്ങൾ മുത്തഖീങ്ങൾ, 2 കുഫാറുകൾ, 3 മുനാഫിഖുകൾ. ഈ ആയത്തിൽ മുനാഫിഖുകളെ അല്ലാഹു 2ആയി തിരിച്ചിരിക്കുന്നു. അൽ മുനാഫിഖുൽ ഖാലിസ്, മുനാഫിഖുകളെ അള്ളാഹു 2ആയി തിരിച്ചിരിക്കുന്നു. ഒന്ന് അൽ മുനാഫിഖുൽ ഖാലിസ്, ഒന്ന് തനിച്ച മുനാഫിഖ്, 2 അൽ മുനാഫിഖുൽ മുതറദ്ദിദ്, ചാഞ്ചാടി കളിക്കുന്ന മുനാഫിഖ്. കുഫാറുകളെ സൂറത്തുൽ ഹജ്ജിലും മറ്റു സൂറത്തുകളിലുമൊക്കെ 2ആയി വേർതിരിച്ചിരിക്കുന്നു. ഒന്ന് അദ്ദുആത്ത് ഇലൽ കുഫർ, കുഫറിലേക്ക് നയിക്കുന്ന പ്രബോധകർ, നേതാക്കന്മാർ. 2 അൽ മുഖല്ലിദൂൻ, നേതാക്കന്മാരെ പിൻപറ്റുന്ന അനുയായികൾ. സൂറത്തുൽ ബഖറയിലുണ്ടത്. ജൂതന്മാരെ കുറിച്ച് പറയുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് അത് വരാനുണ്ട്. വമിൻഹും ഉമ്മിയൂന ലാ യഅലമൂന കിതാബ ഇല്ലാ അമാനി, അവിടെ അത് കാണാം. അപ്പോൾ കുഫാറുകൾ 2 കൂട്ടരാണ്, നേതാക്കന്മാരും അനുയായികൾ. മുഅ്മിനീങ്ങൾ മുത്തഖീങ്ങൾ അവരെയും അല്ലാഹു സുബ്ഹാനഹു തആല 2 വിഭാഗമായി വേർതിരിച്ചിരിക്കുന്നു. ഒന്ന് അസ്സാബിഖൂൻ, അസ്സാബിഖൂൻ അസ്സാബിഖൂൻ എന്ന് അല്ലാഹു പറഞ്ഞു. സാബിഖൂൻ എന്ന് പറഞ്ഞാൽ ദീനിൽ എല്ലാ നന്മകളിലേക്ക് മുൻകടന്നു വരുന്ന ആളുകൾ, അവരാണ് സാബിഖീങ്ങൾ. അവർക്കാണ് ഹദീസിലൊക്കെ ഉള്ളത് വിചാരണയില്ലാതെ സ്വർഗമുണ്ടെന്ന് പറഞ്ഞു. 2ാമത്തെ വിഭാഗം അസ്ഹാബുൽ യമീൻ അൽ അബ്റാർ, വലതുപക്ഷക്കാർ, പുണ്യവാന്മാരായ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച അസ്ഹാബുൽ യമീൻ. എല്ലാവർക്കും പ്രതിഫലം കൂടുതലുള്ളത് സാബിഖൂനിനാണ്. അവർക്കാണ് സ്വർഗത്തിലെ ഉന്നതമായ പദവികളുള്ളത്. പല വലിയ നന്മകളും അവർക്കാണ് ലഭിക്കുക. 2ാമത്തെ വിഭാഗമാണ് അസ്ഹാബു അൽ യമീൻ അൽ അബ്റാർ. ഇന്നൽ അബ്റാറ ലഫി ഇല്ലിയീൻ. അതുപോലെ അസ്ഹാബുൽ യമീൻ ഇവരൊക്കെ മുഅ്മിനീങ്ങളിലെ 2ാമത്തെ വിഭാഗമാണ്. അപ്പോൾ 3 വിഭാഗം, അതിൽ ഓരോന്നിലും 2 വീതം വിഭാഗങ്ങളുണ്ട് എന്നീ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്തിൻ്റെ തഫ്സീറിൽ അദ്ദേഹം പറഞ്ഞു, നോക്കൂ, അള്ളാഹു പറഞ്ഞിരിക്കുന്നു വലൗ ഷാ അല്ലാഹു ലദഹബ ബിസംഇഹിം വഅബ്സാരിഹിം, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവൻ അവരുടെ കേൾവിയും കാഴ്ചയും എല്ലാം എടുത്തു കളയുമായിരുന്നു. ഇത് ഒരു മുഅ്മിൻ പേടിക്കേണ്ട കാര്യമാണ്. അവനവൻ്റെ സ്വന്തം കാര്യത്തിൽ സ്വന്തം കേൾവി കാഴ്ച അള്ളാഹ് എടുത്തു കളയാന്നുള്ളത്. ഒരു കാര്യം അവന് ഉപകരിക്കാതിരിക്കുന്നൊരവസ്ഥ വരാനുള്ളത്. അതുകൊണ്ടാണ് ദുആകളിൽപ്പെട്ട ഒരു ദുആ എന്താണ്? അല്ലാഹുമ്മ അല്ലിംനി മാ യൻഫഉനി വൻഫഅനി ബിമാ അല്ലംതനി വസിദ്നി ഇൽമ. എന്താ പ്രാർത്ഥനയുടെ അർത്ഥം? അല്ലാഹുവേ, എനിക്ക് ഉപകരിക്കുന്നത് നീ പഠിപ്പിക്കണമേ, എനിക്ക് പഠിപ്പിച്ചത് കൊണ്ട് നീ എനിക്ക് ഉപകാരം ചെയ്യണേ. പഠിച്ചത് ഉപകരിച്ചിട്ടില്ലെങ്കിൽ എന്താ അവസ്ഥ? ഒരു കാര്യമില്ല. വെറുതെ അവനവനെതിരെയുള്ള തെളിവ് ഇങ്ങനെ കൂട്ടിവെക്കാന്നല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആനു ഹുജ്ജത്തുൽ ലക ഔ അലൈക്, ഖുർആൻ നിനക്ക് അനുകൂലമായ തെളിവാണ്, അല്ലെങ്കിൽ നിനക്ക് എതിരായ തെളിവാണ്. അപ്പോൾ ഖുർആനിൽ നമ്മൾ ചിലടത്ത് വായിക്കുന്നു ലഅനത്തുല്ലാഹി അലൽ കാഫിരീൻ, കാഫിരീങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാകട്ടെ. മുനാഫിക്കുകൾക്കെതിരെ ഉള്ള ദുആ ഖുർആനിലുണ്ട്. നീ ഈ സ്വഭാവമുള്ളവരാണ്, നിനക്കെതിരെ തന്നെ പ്രാർത്ഥിച്ചിട്ടാണ് നീ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ അവസ്ഥയിലാണ് നീ ഉള്ളതെങ്കിൽ നീ നിനക്കെതിരെയുള്ള ദുആ ആണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള ദുആ ഇതിലുണ്ട്. നീ അവരിൽ പെട്ടവനാണെങ്കിൽ നിനക്ക് വേണ്ടിയുള്ള ദുആ തന്നെയാണ് നീ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ചിലർ പറഞ്ഞു, ഈ 2 ആയത്തുകളിലും മുനാഫിഖുകളുടെ അവസ്ഥ മറ്റൊരു രൂപത്തിൽ കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. മുനാഫിഖുകളെ സംബന്ധിച്ചിടത്തോളം അവർ തീ കത്തിച്ചപ്പോൾ അവർക്ക് അതിൽ നിന്ന് കിട്ടിയത് ചൂട് മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വർഷിച്ച മഴയിൽ നിന്ന് അവർക്കാകെ ഉണ്ടായത് പേടി മാത്രമാണ്, അത് ഉപകരിച്ചില്ല. ഇതുപോലെയാണ് മുനാഫിഖ് അള്ളാഹുവിൻ്റെ ദീനിനോടുണ്ടായിരിക്കുക. ദീനിൻ്റെ കൽപ്പനകളെല്ലാം അവന് കാഠിന്യവും കടുപ്പവുമായിട്ടാണ് അനുഭവപ്പെടുക. മുഅ്മിൻ അങ്ങനെ ഇരിക്കില്ല. അവനിത് എളുപ്പം നൽകുന്നതും പ്രയോജനം ഉണ്ടാക്കുന്നതുമായിരിക്കും.
പക്ഷെ മുനാഫിഖിനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രയാസകരമായിരിക്കും. ഏത് കൽപ്പനയും അള്ളാഹുവിൻ്റെ കൽപ്പനയും അവന് പ്രയാസകരമായിരിക്കും എന്ന് ചിലർ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ ആയത്തുകളുടെ തഫ്സീറിൽ വിവരിച്ചതിൻ്റെ ഒരു ചുരുക്കം. വഹാദ അല്ലാഹു തആല അഅലമു ബിസ്സവാബ്. സ്വല്ലല്ലാഹു വസല്ലം ബാറക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.